നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്ന സബ്ജക്റ്റ് ബിൽഡിംഗ് മെയിൻ്റനൻസ് ആൻഡ് സർവീസസ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തേർഡ് മോഡ്യൂൾ ആണ്. അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തേർഡ് മോഡ്യൂളിലെ സെക്കൻഡ് പാർട്ടിലുള്ള കുറച്ച് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ് ആണ് നോക്കിയത്. അപ്പോൾ അതിൽ വന്ന ഞാൻ 5 ഇൻസ്റ്റലേഷൻസ് പറഞ്ഞിരുന്നു. അതിൽ 3 നമ്മൾ നോക്കി. പാനൽ ബോർഡ്, അതുപോലെ ബസ് ബാർ, പിന്നെ അതുപോലെ റൈസിംഗ് മെയിൻസ്. അപ്പൊ ഇത് 3 നമ്മൾ നോക്കി. ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിനെ കുറിച്ചാണ്. പിന്നെ അതുപോലെ ചേഞ്ച് ഓവർ സ്വിച്ചസും. ഇത് രണ്ടും നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് കുറച്ച് ടെലിഫോൺ കണക്ടിവിറ്റി, അങ്ങനെ 2 പോർഷനും കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ കഴിയണതും ഇന്ന് തേർഡ് മോഡ്യൂള് തീർക്കാൻ നോക്കാം. അപ്പോ നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എല്ലാവർക്കും 2 മിനിറ്റ് സമയം തരാം. ഒന്ന് ഗൂഗിൾ ഫോംസിൽ പോയിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യൂ. അപ്പൊ എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ലാസ്റ്റ് പോർഷൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ്, പാനൽ ബോർഡ്, ബസ് ബാർ, റൈസിംഗ് മെയിൻസ്, ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ലാസ്റ്റ് പോർഷൻ ആണ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡുകളിൽ MCB, ELCB, DP, TP ആൻഡ് ചേഞ്ച് ഓവർ സ്വിച്ചസ്. പിന്നെ അതുപോലെ ടെലിഫോൺ ആൻഡ് TV കണക്ടിവിറ്റി, പിന്നെ അതുപോലെ ഡൊമസ്റ്റിക് ഗ്യാസ് പൈപ്പ് ലൈനിന്റെ റിക്വയർമെന്റുകളൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്സ് ആണ്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ബോർഡില് ആദ്യം വരുന്നത് MCB. MCB എന്ന് വെച്ചാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അപ്പൊ എന്താണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് ചോദിച്ചാൽ, പണ്ട് കാലത്ത് പണ്ടല്ല ഇപ്പോഴും പല വീടുകളിലും ഫ്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഇലക്ട്രിക്കൽ കണക്ഷനിൽ നമുക്കറിയാം, പെട്ടെന്ന് കറന്റ് ഓവർഫ്ലോ ആയാൽ, ഓവർലോഡിങ് വന്നാൽ, കറന്റിന്റെ ഓവർലോഡിങ് വന്നാൽ, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ അതിനുള്ള ഒരു സേഫ്റ്റിക്ക് കൊടുക്കുന്നതാണ് ഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്യൂസിനെ റീപ്ലേസ് ചെയ്യുന്ന ഇപ്പത്തെ ഒരു മോഡേൺ ടെക്നിക്കാണ് MCB എന്ന് ഉദ്ദേശിക്കുന്നത്, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇപ്പൊ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, it automatically switches off the electrical circuit during abnormal conditions. അപ്പോൾ എന്തെങ്കിലും അബ്നോർമൽ കണ്ടീഷൻസ് വരികയാണെങ്കിൽ, അതായത് ഓവർലോഡോ അല്ലെങ്കിൽ വേറെ ഷോർട്ട് സർക്യൂട്ട്, ഫോൾട്ടി സർക്യൂട്ട്സ്, ഷോർട്ട് സർക്യൂട്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം വരികയാണെങ്കിൽ എന്ത് ചെയ്യും? MCB ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓഫ് ചെയ്യും. നേരെ മറിച്ചൊരു ഫ്യൂസ് ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഫ്യൂസ് വയറിനെ പോയി നോക്കണം. അതെടുത്താലേ നമുക്ക് അറിയൂ അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷെ ഇവിടെ എന്ത് പറ്റും? ഈ MCB ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓഫ് ആവും.
ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് ഓട്ടോമാറ്റിക്കലി സ്വിച്ചസ് ഓഫ്. അപ്പൊ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. പിന്നെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടപ്പോ അത് ഓൺ ആക്കി കൊടുക്കാം. ഓക്കെ, സോ ഇറ്റ് റീപ്ലേസസ് ദ ഫ്യൂസ് വയർ നവഡേയ്സ്. ഇപ്പത്തെ ഫ്യൂസ് വയറിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ MCB എന്ന് പറയുന്നത്, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇറ്റ് ഈസ് മോർ സെൻസിറ്റീവ് ആൻഡ് റിലയബിൾ ദാൻ ഫ്യൂസ് വയർ. പെട്ടെന്ന് തന്നെ അത് വളരെ സെൻസിറ്റീവ് ആണ്, എന്ന് വെച്ചാൽ ചെറിയൊരു കറന്റ് വ്യത്യാസം വന്നാൽ തന്നെ ആ ഒരു സ്വിച്ച് ഓഫ് ആവും. അപ്പോൾ അവിടെ കറന്റ് ഫ്ലോ അവിടെ ട്രിപ്പിംഗ് നടക്കും. ട്രിപ്പിംഗ് നടക്കുക പറഞ്ഞാൽ ആ ഒരു കറന്റ് ഫ്ലോ നിൽക്കും. ഓക്കെ, പിന്നെ അതുപോലെ ക്വിക്ക് റീസ്റ്റോറേഷൻ ഓഫ് സപ്ലൈ ഈസ് പോസിബിൾ. പെട്ടെന്ന് തന്നെ നമുക്ക് ആ കറന്റ് ഓൺ ആക്കുകയും ചെയ്യാം. പ്രശ്നം പരിഹരിച്ച് പെട്ടെന്ന് തന്നെ ഓൺ ആക്കുകയും ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഓൺ ദ ബ്രേക്കർ. നമ്മൾ ആ ഒരു MCB ഓൺ ആക്കുക, ആ ഒരു സ്വിച്ച് ഓൺ ആക്കുന്നതോടുകൂടി അവിടെ കറന്റ് ഫ്ലോ വീണ്ടും വരും. നേരെ മറിച്ചൊരു ഫ്യൂസ് ആണെങ്കിൽ എന്ത് വേണം? നമ്മൾ പിന്നെ ആ ഫ്യൂസ് വയർ റീപ്ലേസ് ചെയ്തിട്ടൊക്കെ വേണം പിന്നെ നമുക്ക് കറന്റ് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു MCB എന്ന് പറയുന്നതിന്റെ ഹാൻഡ്ലിംഗ് കൂടുതൽ സേഫ് ആണ്. ഫ്യൂസ് വയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന്റെ ഹാൻഡ്ലിംഗ് ഇസ് മോർ സേഫർ. പിന്നെ ഇതിന്റെ ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. MCBs ആർ മോർ കോസ്റ്റ്ലിയർ ദാൻ ഫ്യൂസ് വയർ. അതിന്റെ കോസ്റ്റ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷെ എങ്കിലും സേഫ്റ്റി ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ MCBs ആർ ഫാർ ബെറ്റർ ദാൻ ഫ്യൂസ് വയർ. അപ്പൊ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ELCB, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അപ്പൊ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ ആണ്. അതായത് അതും ഈ നേരത്തെ പറഞ്ഞതുപോലെ ഓട്ടോമാറ്റിക്കലി സ്വിച്ചസ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഡ്യൂറിങ് അബ്നോർമൽ കണ്ടീഷൻസ്. എന്തെങ്കിലും അബ്നോർമൽ കണ്ടീഷൻസ് വന്നാൽ, അതായത് ഇവിടെ ഓവർലോഡും ഫോൾട്ടി സർക്യൂട്ടും അതിന് പുറമെ ഇൻസ്റ്റലേഷനിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു സർക്യൂട്ട് ഒരു എക്വിപ്മെന്റിനോട് കണക്ട് ചെയ്ത് വെച്ചതാന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു കണക്ട് ചെയ്ത പോർഷനിൽ എന്തെങ്കിലും ആ ഒരു ഇൻസ്റ്റലേഷനിൽ എന്തെങ്കിലും ഒരു തകരാറ് വന്നു, അതായത് അവിടെ ഒരു കറന്റിന്റെ ലീക്ക് വന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ലീക്ക് വരുന്ന സമയത്ത് ഒരാൾ അതിൽ പോയി തൊട്ടാൽ ഷോക്ക് അടിക്കാൻ സാധ്യത ഉണ്ട് അല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു കേസില് അത് മനസ്സിലാക്കി, അങ്ങനെ ഒരു ഇൻസ്റ്റലേഷനിൽ ഫെയിലിയർ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവിടുത്തെ കറന്റ് സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുന്നതാണ് ELCBയുടെ പർപ്പസ്. അപ്പൊ മെയിൻലി ELCBയുടെ പർപ്പസ് എന്ന് പറയുന്നത് ടു പ്രിവെന്റ് ഷോക്ക് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഷോക്ക് അടിക്കുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുക. അതാണ് ELCBയുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഈ ELCBക്ക് വോൾട്ടേജും സെൻസ് ചെയ്യാൻ പറ്റും, അതേപോലെ കറന്റും സെൻസ് ചെയ്യാം. എന്തെങ്കിലും ലീക്കേജ് വരുന്നുണ്ടോ എന്നുള്ളത് സെൻസ് ചെയ്ത് അതിനനുസരിച്ച് അവിടെ ഒരു സർക്യൂട്ട് ബ്രേക്കേജ് പോസിബിൾ ആണ് ELCBക്ക്. It doesn't break the circuit contact in case of sudden increase of supply current. അപ്പൊ സപ്ലൈ കറന്റ് പെട്ടെന്ന് കൂടിക്കഴിഞ്ഞാൽ അതിന് ഒരു സർക്യൂട്ട് ബ്രേക്കേജ് പോസിബിൾ അല്ല ELCBക്ക്. പക്ഷെ അവിടെ ഒരു ഇൻസ്റ്റലേഷൻ ഫെയിലിയർ വന്നാൽ, ഒരു ലീക്കേജ് വന്നാൽ അവിടെ അത് സർക്യൂട്ട് ബ്രേക്ക് ചെയ്ത് ആ ഒരു ഷോക്കിൽ നിന്ന് ഒരാളെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, അതുപോലെ ELCB is used to stop the flow of supply current if someone gets shock due to the operation of the circuit. അത് പറഞ്ഞു. ELCB is a better option to provide a sense of security and it also helps to prevent shocking to others. അപ്പോൾ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഒരു സെക്യൂരിറ്റി കിട്ടുക, അതായത് നമുക്കൊരു സേഫ്റ്റി കിട്ടുക ELCB ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ്. ഒരു എക്വിപ്മെന്റിന് ഒരു ELCB ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് ഷോക്കിൽ നിന്ന്
സെക്യൂർഡ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രേക്കേഴ്സ് ആണ്. സർക്യൂട്ട് ബ്രേക്കേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ based on the number of poles. പോൾസിനെ ബേസ് ചെയ്തിട്ട് സർക്യൂട്ട് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ 5 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സിംഗിൾ പോൾ സർക്യൂട്ട് ബ്രേക്കർ, സിംഗിൾ പോൾ ആൻഡ് ന്യൂട്രൽ, ഡബിൾ പോൾ, ട്രിപ്പിൾ പോൾ ആൻഡ് 4 പോൾസ്. അപ്പൊ ഇത് എന്തൊക്കെയാന്നുള്ളത് ഓരോന്ന് നമുക്ക് നോക്കാം. ഇതൊരു ഡയഗ്രാം ആണ്. ഇതിൽ കാണിച്ചിട്ടുണ്ട് പോൾസ് എന്താണ് എന്നുള്ളത് കേട്ടോ. ഇതാണ് ഒരു സിംഗിൾ പോൾ സർക്യൂട്ട് ബ്രേക്കർ. ആദ്യത്തെ പിക്ചർ ആണ് ഒരു സിംഗിൾ പോൾ. ഇതാണ് സിംഗിൾ പോൾ സർക്യൂട്ട് ബ്രേക്കർ. ഇത് ഡബിൾ പോൾ സർക്യൂട്ട് ബ്രേക്കർ. ഇത് ട്രിപ്പിൾ പോൾ സർക്യൂട്ട് ബ്രേക്കർ. 3 പോൾസ് ഉണ്ട് കണ്ടോ, 3 പോള്. ട്രിപ്പിൾ പോൾ സർക്യൂട്ട് ബ്രേക്കർ. ആൻഡ് ഇതൊരു 4 പോൾ സർക്യൂട്ട് ബ്രേക്കർ ആണ്. ഓക്കെ, അപ്പൊ പോൾസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതാണ് ഒരു സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, അപ്പൊ സിംഗിൾ പോൾ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുമ്പോ അവിടെ ഒരു പോളേ ഉള്ളൂ, നമ്മൾ കണ്ടു. അപ്പൊ ആ ഒരു പോൾ എന്ന് പറയുന്നത് പൊതുവെ ഈ സിംഗിൾ പോൾ യൂസ് ചെയ്യുന്നത് സിംഗിൾ ഫേസ് കറന്റ് ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ വീടുകളിൽ സിംഗിൾ ഫേസ് ആയിരിക്കും, പല വീടുകളും സിംഗിൾ ഫേസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിംഗിൾ ഫേസ് കറന്റ് ലഭിക്കുന്ന അങ്ങനത്തെ ബിൽഡിങ്സിലാണ് സിംഗിൾ പോൾ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ സ്വിച്ചിങ് ആൻഡ് പ്രൊട്ടക്ഷൻ ഇസ് എഫക്റ്റഡ് ഇൻ ഓൺലി 1 ഫേസ്. അതായത് നമുക്ക് പെട്ടെന്നൊരു കറന്റ് ഫ്ലോ, എക്സസ് കറന്റ് ഫ്ലോ വന്നു കഴിഞ്ഞാൽ അത് കട്ടാക്കേണ്ടതാണല്ലോ ഒരു സർക്യൂട്ട് ബ്രേക്കർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇത് സിംഗിൾ ഫേസിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് സപ്ലൈ ടു ബ്രേക്ക് ദ ഫേസ് ഓൺലി. അപ്പൊ ആ ഒരു ഫേസ് വയറിലുള്ള കറന്റ് മാത്രമേ അവിടെ ബ്രേക്ക് ആവുന്നുള്ളൂ. പിന്നെ അതുപോലെ അടുത്തത് സിംഗിൾ പോൾ ആൻഡ് ന്യൂട്രൽ. അവിടെ സ്വിച്ചിങ് ആൻഡ് പ്രൊട്ടക്ഷൻ ഇസ് എഫക്റ്റഡ് ഇൻ ഫേസസ് ആൻഡ് ന്യൂട്രൽ. അതായത് ഫേസിൽ എക്സസീവ് ഓവർ വോൾട്ടേജ്, ഓവർ കറന്റ് വന്നാലും അതേപോലെ ന്യൂട്രലിലും രണ്ടിനും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് സിംഗിൾ പോൾ ആൻഡ് ന്യൂട്രൽ. അവിടുത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് സപ്ലൈയിലാണ് അത് ഉപയോഗിക്കുക. പക്ഷെ ഫേസിലും ഫേസ് ലൈനിലും ന്യൂട്രൽ ലൈനിലും രണ്ട് വയറിങ്ങിലും എന്താണ് സർക്യൂട്ട് ബ്രേക്ക് ചെയ്യും. ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യാൻ സഹായിക്കും. ഇനി അടുത്തത് ഡബിൾ പോൾ MCB. അപ്പൊ ഡബിൾ പോൾ MCB എന്ന് പറയുമ്പോൾ അതിൽ 2 പോൾസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടിരുന്നു 2 പോൾസ് ഉണ്ട്. അപ്പൊ ഇവിടെ സ്വിച്ചിങ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്താണ്, അതായത് നമ്മുടെ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുക ഫേസ് വയറിലും ന്യൂട്രലിലും രണ്ടിലും വരും. അപ്പൊ ഇത് യൂസ് ചെയ്യുക 2 ഫേസ് സപ്ലൈയിലാണ്. പിന്നെ അതുപോലെ രണ്ടിനും, അതായത് ഫേസിനും ന്യൂട്രലിനും 2 വയറിനും എന്താണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് ഡബിൾ പോൾ MCB. പിന്നെ അടുത്തത് ട്രിപ്പിൾ പോൾ MCB. ട്രിപ്പിൾ പോൾ MCB എന്ന് പറയുമ്പോൾ അതിൽ 3 പോൾ ഉണ്ട്. അപ്പൊ അവിടെ സ്വിച്ചിങ് ആൻഡ് പ്രൊട്ടക്ഷൻ ഇസ് എഫക്റ്റഡ് ഇൻ ഓൺലി 3 ഫേസസ് ആൻഡ് ദ ന്യൂട്രൽ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് MCB. അപ്പൊ അവിടെ ന്യൂട്രൽ നമ്മൾ കണക്കാക്കുന്നില്ല. 3 ഫേസ് ലൈനുകൾ ഉണ്ടാവും. ചില വീടുകളിൽ 3 ഫേസ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ 3 ഫേസ് ലൈനുകളിലൊക്കെ ട്രിപ്പിൾ പോൾ MCB ആണ് നമ്മൾ കൊടുക്കുക. അപ്പൊ അവിടെ ന്യൂട്രലിന് കൊടുക്കുന്നില്ല, MCB ഫേസസിന് മാത്രമേ സർക്യൂട്ട് ബ്രേക്കർ കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ അവിടുത്തെ ആപ്ലിക്കേഷൻ എഴുതിയിട്ടുണ്ട് 3 ഫേസ് സപ്ലൈ ഓൺലി, അതായത് ന്യൂട്രൽ കൺസിഡർ ചെയ്യുന്നില്ല അവിടെ. അപ്പൊ ആ ഒരു ന്യൂട്രലും കൂടെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയാണ് 4 പോൾ MCB കൊടുക്കുന്നത്. അതായത് 1 അഡീഷണൽ 4th പോൾ, ഒരു പോളും കൂടെ കൊടുക്കും ഫോർ ദ ന്യൂട്രൽ വയർ കണക്ഷൻ. അപ്പൊ ആ ഒരു ന്യൂട്രൽ വയറിനും ഒരു കണക്ഷൻ കൊടുക്കും ആ 4th പോളിലൂടെ, സോ ദാറ്റ് ബിറ്റ്വീൻ ദ ന്യൂട്രൽ ആൻഡ് എനി ഓഫ് ദ അതർ 3 വിൽ സപ്ലൈ. അതായത് 4നും ആ 3 ഫേസിനും ഒരു പോളിനും ഒരു ന്യൂട്രൽ വയറിനും സർക്യൂട്ട് ബ്രേക്ക് ചെയ്യാൻ സഹായിക്കും. സോ 3 ഫേസ് സപ്ലൈ വിത്ത് ന്യൂട്രൽ വിത്ത് ദ പ്രൊട്ടക്ഷൻ. അതായത് ന്യൂട്രലിനും പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടുള്ള
3-phase സപ്ലൈക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് 4-pole സർക്യൂട്ട് ബ്രേക്കർ ആണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ചേഞ്ച് ഓവർ സ്വിച്ച്. ചേഞ്ച് ഓവർ സ്വിച്ച് പ്രൊവൈഡ് അൺഇന്ററപ്റ്റഡ് alternate supply to essential equipments in the event of failure of normal supply. അതായത് നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ കൊടുക്കുന്ന ജനറേറ്റർ, ആ ഒരു ജനറേറ്ററിലേക്ക് കറണ്ട് പോയാൽ പെട്ടെന്ന് സ്വിച്ച് ഓവർ ചെയ്യണം. അപ്പൊ അതിന് കൊടുക്കുന്ന ആ ഒരു സ്വിച്ച് ആണ് ചേഞ്ച് ഓവർ സ്വിച്ച്. ഓക്കെ, അപ്പൊ കറണ്ട് പോയാൽ ഒരു അൺഇന്ററപ്റ്റഡ് പവർ സപ്ലൈ ആയിരിക്കും. അതായത് നേരെ അത് ജനറേറ്ററിലേക്ക് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മാനുവലി കൺവേർട്ട് ചെയ്യുന്നതും ഉണ്ട്. അതാണ് ചേഞ്ച് ഓവർ സ്വിച്ചസ് മേ ബി ഇൻ ഓട്ടോ ആസ് വെൽ ആസ് മാനുവൽ മോഡ്. ഓക്കെ, ഇറ്റ് മൂവ്സ് എ സർക്യൂട്ട് ഫ്രം വൺ സെറ്റ് ഓഫ് കണക്ഷൻസ് ടു അനദർ. അതായത് നമ്മുടെ നോർമൽ സപ്ലൈ കണക്ഷൻ പെട്ടെന്ന് തടസ്സപ്പെട്ടാൽ അത് വേഗം ജനറേറ്റർ മോഡിലേക്ക് പോകും. അങ്ങനെ പിന്നെ കറണ്ട് വരുമ്പോൾ തിരിച്ച് നോർമൽ സപ്ലൈയിലേക്ക് പോകും. അപ്പൊ അത് ഓട്ടോമാറ്റിക്കൽ ആവാം, അല്ലെങ്കിൽ മാനുവൽ നമ്മൾ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളതും ആവാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കണക്ഷനിൽ നിന്ന് വേറൊരു കണക്ഷനിലേക്ക് പെട്ടെന്ന് പോകുന്ന ആ ഒരു മെക്കാനിസം, അതിനെയാണ് ചേഞ്ച് ഓവർ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ് കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ടെലിഫോൺ കണക്ടിവിറ്റി ആണ്. അപ്പൊ ടെലിഫോൺ കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം ടെലിഫോൺ എന്താണ്. ടെലിഫോൺ എന്ന് പറയുന്നത് ഒരു 2-way കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്, അല്ലേ? ഒരാൾക്ക് മറ്റൊരാളോട് സംസാരിക്കാനുള്ള, അതും ദൂരെ നിൽക്കുന്ന രണ്ടാൾക്കാർ തമ്മിൽ സംസാരിക്കാനുള്ള ഒരു മീഡിയമാണ് ടെലിഫോൺ. അപ്പൊ ഈ ടെലിഫോൺ, അതില് നമ്മുടെ ടെലിഫോൺ എന്ന് പറയുമ്പോൾ ഇപ്പൊ പല ടൈപ്പ് ഉണ്ട്. ലാൻഡ് ലൈൻ ആവാം, മൊബൈൽ ആവാം. ഓക്കെ, അപ്പൊ ഒരു ലാൻഡ് ലൈൻ ആണെങ്കിൽ ഇറ്റ് റിക്വയർസ് വയറിംഗ്. Wiring is required between the telephone company service entrance and location throughout the home. നമ്മുടെ വീട്ടിലേക്ക് ആ ഒരു ടെലിഫോൺ കമ്പനി സർവീസിൽ നിന്ന് വയർ വരും. ഓക്കെ, അണ്ടർഗ്രൗണ്ട് വയറിംഗ് ആവാം, അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് വഴി വയർ എടുക്കാം. അങ്ങനെ വയറിംഗ് ഫെസിലിറ്റി വേണം. പക്ഷെ നേരെ മറിച്ച് മൊബൈൽ നെറ്റ്വർക്കിംഗ് ആണെങ്കിൽ ഇറ്റ് യൂസസ് റേഡിയോ വേവ്സ് ഫോർ ട്രാൻസ്മിഷൻ. ഇപ്പൊ മൊബൈലിൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത് റേഡിയോ വേവ്സ് വഴിയാണ്. അപ്പൊ അവിടെ വയറിന്റെ ആവശ്യമില്ല. സോ ബോത്ത് ക്യാൻ ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് വോയിസ് ഡാറ്റ. അപ്പൊ രണ്ടാണെങ്കിലും രണ്ടിനും എന്താണ്, വോയിസ് ഡാറ്റയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒച്ച വോയിസ് ഡാറ്റയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോ ഒരു ലാൻഡ് ലൈൻ കണക്ടിവിറ്റി നോക്കാം. Landline telephones are connected with the use of twisted pair cables to the local exchange or central office. Twisted pair cables ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട് twisted pair cables. കണ്ടോ, twisted ആയിട്ടുള്ള കേബിൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു twisted cables വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു ലോങ് ഡിസ്റ്റൻസ് ടെലിഫോൺ സിസ്റ്റം കണക്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഒരു സെൻട്രൽ ഓഫീസിൽ നിന്ന് ലോക്കൽ എക്സ്ചേഞ്ചിലേക്ക് വയർ വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ലാൻഡ് ലൈൻ ഫോൺ യൂസസ് എ മെറ്റൽ വയർ ഓർ ഒപ്റ്റിക്കൽ ഫൈബർ ടെലിഫോൺ ലൈൻ ഫോർ ട്രാൻസ്മിഷൻ. അപ്പൊ ഇവിടെ ഈ ഒരു വയർ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ്. മെറ്റൽ വയേഴ്സും ഉണ്ട്, പക്ഷെ ഇപ്പൊ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ലാൻഡ് ലൈൻ കേബിൾസ് ആർ ലെയ്ഡ് അണ്ടർഗ്രൗണ്ട് ഓർ ത്രൂ ദ പോസ്റ്റ്. അപ്പൊ അത് ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു വയർ സിസ്റ്റം അണ്ടർഗ്രൗണ്ട് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് വഴിയും എടുക്കാം. ഇനി ഒരു മൊബൈൽ കണക്ടിവിറ്റി ആണെങ്കിൽ, ഒരു മൊബൈൽ കണക്ടിവിറ്റിയിൽ ഫോൺ കോൾസ് ഫ്രം ദ കോളർ ഈസ് ട്രാൻസ്മിറ്റഡ് ഓവർ ബേസ് സ്റ്റേഷൻ ആൻഡ് ദ റിസീവർ റിസീവ്സ് ദ ഡേറ്റ. അപ്പൊ ഇവിടെ ഒരു ഫോണിൽ ഒരു ഫോൺ കോൾ ചെയ്യുമ്പോൾ അതൊരു ബേസ് സ്റ്റേഷൻ വഴി സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ആവും.
റേഡിയോ വേവ്സ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ആവുക. എന്നിട്ട് അത് ആ ഒരു റിസീവർ അവിടെ റിസീവർ ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയാണ് അവിടുത്തെ ഒരു ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ നടക്കുന്നത്. മൊബൈൽ സ്വിച്ചിങ് സെന്റർ കൺട്രോൾസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ. മൊബൈൽ സ്വിച്ചിങ് സെന്റർ വിൽ കൺട്രോൾ ദ ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ. ഓക്കെ, പിന്നെ ഈ ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് റേഡിയോ സിഗ്നൽസ് ആയിട്ടാണ്. പിന്നെ മോഡേൺ മൊബൈൽസിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും യൂസ് ചെയ്യും ഇങ്ങനെ ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടി. അപ്പൊ നമ്മൾ ഇന്റർനെറ്റിലൂടെയും ഈ കാലത്തൊക്കെ നമ്മൾ ഫോൺ കോൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇന്റർനെറ്റ് കണക്ടിവിറ്റി യൂസ് ചെയ്തിട്ടും ഇപ്പൊ മൊബൈൽസ് ഒക്കെ ഡാറ്റ എന്താണ് ട്രാൻസ്ഫറിങ് നടത്തുന്നുണ്ട്. അപ്പൊ അതാണ് ഈ പറയുന്നത്, ഒരു ഇന്റർനെറ്റ് കണക്ടിവിറ്റി വെച്ച് നമുക്കിപ്പോ ടെലിഫോൺ, മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്, സ്മാർട്ട് ഫോൺ ഇതെല്ലാം നമ്മൾ ഇന്റർനെറ്റ് വെച്ചാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മളൊരു മോഡം കണക്ട് ചെയ്യും. നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ VoIP ഫോണോ അല്ലെങ്കിൽ ടെലിഫോണോ ഒക്കെ ആയിട്ട് നമ്മൾ VoIP എന്ന് ഉദ്ദേശിക്കുന്നത് വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. അപ്പൊ ആ വോയിസ് ട്രാൻസ്മിഷന് വേണ്ടി നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ഉള്ളൊരു മാധ്യമമാണ് ഈ മോഡം എന്ന് പറയുന്നത്. ഒരു മീഡിയം ആണ് മോഡം. ഓക്കെ, അപ്പൊ മോഡത്തിലൂടെ നമ്മൾ ഇന്റർനെറ്റ് വഴി കമ്പ്യൂട്ടറിലേക്കും പിന്നെ അതുപോലെ ഫോൺ, ടെലിഫോൺ, മൊബൈൽ ഫോൺസിലേക്കും ഒക്കെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് TV കണക്ടിവിറ്റി ആണ്. അപ്പൊ നമ്മൾ ഫോൺ കണക്ടിവിറ്റി കണ്ടു. ഇനി TV കണക്ടിവിറ്റി. TV കണക്ടിവിറ്റിയില് TV can be connected using wired or wireless method. അതായത് വയർ ഉപയോഗിച്ചും കണക്ട് ചെയ്യാം. ഇപ്പൊ വയർലെസ് ആയിട്ടും TV ഉണ്ട്. ഓക്കെ, വയർ ഇല്ലാത്ത ടിവികളും ഉണ്ട്. ഇപ്പൊ നമ്മുടെ കേബിള് കൊടുക്കുകയാണ്, കേബിൾ TV. അപ്പൊ ആ കേബിൾ TV ഒക്കെ ആണെങ്കിൽ അതിൽ വയർ ആവശ്യമുണ്ട്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ളത് ഒരു ആന്റിന, പിന്നെ അതുപോലെ ഒരു കോആക്സിയൽ കേബിൾ വേണം, പിന്നെ അതുപോലെ TV ഔട്ട്ലെറ്റ്സും വേണം. നേരെ മറിച്ച് ഇപ്പൊ ഒരു സാറ്റലൈറ്റ് ഡിഷ് TV ആണെങ്കിൽ അവിടെ കേബിൾ കണക്ഷൻസിന്റെ ആവശ്യമില്ല. നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഡിഷ് TV. ഓക്കെ, ഒരു കുട പോലെ പുറത്ത് നിർത്തിയിട്ട്, അപ്പൊ അതിനൊന്നും വയറിന്റെ ആവശ്യമില്ല. സിഗ്നൽസ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡിഷില് പിടിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴും ടിവിക്ക് എർത്തിങ് കൊടുക്കണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം പെട്ടെന്നുള്ള ലൈറ്റ്നിങ്, അതായത് ഇടിമിന്നല് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ടിവിയിൽ ഷോക്ക് അടിക്കാനോ അല്ലെങ്കിൽ കറന്റിന്റെ ഫ്ലക്ച്വേഷൻസ് വരാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാല് അത് എർത്തിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ടിവിന്ന് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. സോ ഇറ്റ് ഹാസ് ടു ബി പ്രോപ്പർലി എർത്ത്. പിന്നെ ഇപ്പത്തെ മോഡേൺ ടിവിസ് ദാറ്റ് ക്യാൻ വർക്ക് ഓൺ ഇന്റർനെറ്റ് ടു, അതായത് ഇന്റർനെറ്റ്സിലും വർക്ക് ചെയ്യുന്ന ടിവികൾ ഇപ്പൊ അവൈലബിൾ ആണ്. കേബിളും സാറ്റലൈറ്റ് ഡിഷ് ടിവിയും അല്ലാതെ ഇന്റർനെറ്റിൽ വർക്ക് ചെയ്യുന്ന ടിവിസ് വരെ ഇപ്പൊ അവൈലബിൾ ആണ്, അല്ലെ? ഇത് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. നമുക്ക് റിസീവിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് സിഗ്നൽസ് ത്രൂ സ്റ്റാൻഡ് അലോൺ ആന്റിനാസ്. അപ്പൊ അതായത് ആ ഒരു സിഗ്നല്, ആ ഒരു ആന്റിന, നമ്മുടെ വീടിന്റെ മുകളിലുള്ള ആ ഒരു ആന്റിന വലിച്ചെടുക്കുകയാണ്. വലിച്ചെടുത്തിട്ട് നമ്മുടെ വീട്ടിൽ ഉള്ള സെറ്റപ്പ് ബോക്സ് അത് ഡീകോഡ് ചെയ്തെടുക്കും. ആ ഒരു സിഗ്നൽ ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ടിവിയിൽ കാണാൻ പറ്റുന്നത്, ചാനൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഈ TV കണക്ടിവിറ്റിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചാല് നിങ്ങൾ റെഫർ ചെയ്യുക, നിങ്ങൾ ബുക്സ് നോക്കുക, അതുപോലെ തന്നെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുക, കുറച്ച് പോയിന്റ്സ് നിങ്ങളുടേതായത് എഴുതി വെക്കുക. ഓക്കെ, ഇത് മാത്രം നിങ്ങൾ റെഫറൻസ് ആയിട്ട് എടുക്കരുത്.
PPT മാത്രം ഒരിക്കലും ഇങ്ങനത്തെ സബ്ജക്ട്സിന് റെഫറൻസ് ആയിട്ട് എടുക്കരുത്. കുറച്ച് നിങ്ങളുടെ വക കുറച്ച് പുറമേ നിന്നുള്ള വായനയും കൂടെ അത്യാവശ്യമാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ഡൊമസ്റ്റിക് ഗ്യാസ് പൈപ്പ് ലൈനിനെ കുറിച്ചാണ്. അപ്പൊ ഒരു ഗ്യാസ് പൈപ്പ് ലൈനിന് വേണ്ട റിക്വയർമെന്റുകൾ എന്തൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഗ്യാസ് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഗ്യാസ് ക്യാരി ചെയ്യുന്ന ആ പൈപ്പ് ലൈൻസ്. ഡൊമസ്റ്റിക് ഗ്യാസ് അതായത് വീടുകളിലേക്ക് വരുന്ന ആ ഗ്യാസ്, കുക്കിംഗ് ഗ്യാസ് ക്യാരി ചെയ്യുന്ന പൈപ്പ് ലൈൻ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ പൈപ്പ് ലൈൻസ് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഗ്യാസ് സപ്ലൈക്ക് വേണ്ട കുറച്ച് റിക്വയർമെന്റുകൾ. അവിടെ പ്രോപ്പർ ഇൻസ്പെക്ഷൻ ചെയ്യണം. അതായത് പീരിയോഡിക്കലി ഇടവിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യണം. കാരണം ലീക്കേജ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ അത് എത്രത്തോളം ഹസാഡസ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സോ പീരിയോഡിക് ഇൻസ്പെക്ഷൻ ഷുഡ് ബി ഡൺ. അതെന്താണ് നമ്മൾ എൻഷുർ ചെയ്യണം, ഇറ്റ് ഷുഡ് ബി ലീക്ക് ഫ്രീ ആണ്, ലീക്ക് ഇല്ല എന്നുള്ളത് എൻഷുർ ചെയ്യണം. പിന്നെ അതുപോലെ ഗ്യാസ് ബോട്ടിലുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ gas bottles should not be installed near wall openings. വാൾ ഓപ്പണിങ്ങിന്റെ അടുത്തൊന്നും ഗ്യാസ് ബോട്ടിൽസ് വെക്കാൻ പാടില്ല. അത് ആ ഒരു റൂള് പ്രകാരം പറയുന്നുണ്ട്, ഗ്യാസ് ബോട്ടില് ഒരു മീറ്റർ വിട്ടിട്ടെങ്കിലും വെക്കണം. വാൾ ഓപ്പണിങ്ങിൽ നിന്ന് 1 മീറ്റർ വിട്ടിട്ടെങ്കിലും മിനിമം വെച്ചിരിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ കോപ്പർ പൈപ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, പൈപ്പ് ലൈനിന് കോപ്പർ പൈപ്പാണ് കൊടുക്കുന്നതെങ്കിൽ വാളിലൂടെ പോകുന്ന സമയത്ത്, ആ ഒരു പൈപ്പ് വാളിന്റെ ഉള്ളിലൂടെ പോകുന്ന സമയത്ത് പ്രോപ്പർ സ്ലീവിങ് കൊടുക്കണം. സ്ലീവിങ്, അതിനെ ഞാൻ ഇവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. സ്ലീവിങ് എന്താണ് എന്നുള്ളത്. സ്ലീവിങ് പറയുമ്പോൾ ഇപ്പൊ സപ്പോസ് നമുക്ക് ഇവിടെ ഒരു വാൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഈ പൈപ്പ് വാളിന്റെ ഉള്ളിലൂടെയാണ് പോകുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ വാള്. അപ്പൊ ഈ വാളിന്റെ ഉള്ളിലൂടെ പൈപ്പ് കിടക്കുകയാണെങ്കിൽ ആ പോകുന്ന പോർഷനിൽ ഒരു സ്ലീവ് കൊടുക്കണം. അതായത് ഒരു പ്രൊട്ടക്റ്റീവ് റിങ് ആ ഒരു പൈപ്പിന് ചുറ്റും ഒരു റിങ് കൊടുക്കണം. ഓക്കെ, പിന്നെ അതുപോലെ അപ്രൂവ്ഡ് ഫ്ലെക്സിബിൾ ഗ്യാസ് ഹോസ് മേ നോട്ട് ബി മോർ ദാൻ 2 meters long and may not go through any partition. അതായത് നമ്മുടെ ഉപയോഗിക്കുന്ന ആ ഒരു ഹോസ് പൈപ്പ്, ഗ്യാസ് ഹോസ് പൈപ്പ്, നമ്മൾ ഗ്യാസും കുറ്റിയും പിന്നെ അതുപോലെ സ്റ്റൗ ആയിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പൈപ്പ്, അങ്ങനെ ആ പൈപ്പ് 2 മീറ്ററിൽ കൂടുതൽ നീളം പാടില്ല. പിന്നെ അതുപോലെ ഒരു പാർട്ടീഷൻ വാളിന്റെ ഒന്നും ഉള്ളിലൂടെ കടന്നു പോകാൻ പാടില്ല. ഇൻക്ലൂഡിങ് വുഡ്, ഡ്രൈ വാള്, കബോർഡ് വാൾസ്, അതിന്റെ ഉള്ളിലൂടെ ഒന്നും പോകാൻ പാടില്ല. പിന്നെ അതുപോലെ ഈ ഗ്യാസ് പൈപ്പ് ലൈൻസ് ഷുഡ് ഹാവ് ഇനഫ് സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി. നല്ല സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, അതുപോലെ സ്റ്റെബിലിറ്റിയും ഉണ്ടായിരിക്കണം. ഓക്കെ, ഹൈ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, അതുപോലെ സ്റ്റേബിൾ ആയിരിക്കണം. ഇതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. ഒന്നുമില്ല, എളുപ്പമാണ്. എവിടുന്നൊക്കെയാണ് നമുക്ക് ഓയിൽ അല്ലെ ഫ്യൂവല് കിട്ടുന്നത് എന്നുള്ളത് കാണിച്ചു. ഇപ്പോ ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഫ്രം, ഇവിടെ ക്രൂഡ് ഓയിൽ ഫ്രം നാച്ചുറൽ ഗ്യാസ് ആൻഡ് ഫ്രം വെൽ ഓൺ ലാൻഡ്. അപ്പൊ നമുക്ക് ക്രൂഡ് ഓയിൽ ഒരു പക്ഷേ വെല്ലിന്ന് കിട്ടാം, അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് ആൻഡ് ക്രൂഡ് ഓയിൽ ഫ്രം ഓഫ് ഷോർ ഡ്രില്ലിംഗ് പ്ലാറ്റ്ഫോം. ഓഫ് ഷോറിൽ, അതായത് കടൽ തീരത്ത് ഡ്രിൽ ചെയ്തെടുക്കാം. അതും അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ആൻഡ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഓഫ്ലോഡഡ് ഫ്രം ഓവർസീ ടാങ്കേഴ്സ്. അതായത് ടാങ്കറിൽ നിന്ന് എടുക്കുന്നതാവാം. അപ്പൊ എവിടുന്നോ ആയിക്കോട്ടെ, അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. നമുക്ക് കിട്ടിയ ആ സോഴ്സിൽ നിന്ന് വരുന്നത് സ്റ്റോർ ചെയ്യും. എന്നിട്ട് നമുക്ക് വേണ്ടതനുസരിച്ച് പമ്പ് ചെയ്തെടുക്കും. പമ്പ് ചെയ്ത് ആ ഒരു നാച്ചുറൽ ഗ്യാസ് പ്രോസസ്സിംഗ് ആ ഒരു റിഫൈനറിയിലേക്ക് കൊടുക്കും, അതായത് ആ ഒരു പ്ലാന്റിലേക്ക് കൊടുക്കും. എന്നിട്ട് ആ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് ആ ഒരു ഫ്യൂവല് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫ്യൂവൽ ആദ്യം സ്റ്റോർ ചെയ്യും.
പിന്നെ നമുക്ക് വേണ്ടതനുസരിച്ച് നമ്മൾ ഈ ട്രാൻസ്മിഷൻ ലൈൻസിലൂടെ പമ്പ് ചെയ്ത് എടുക്കും. പമ്പ് ചെയ്തിട്ട് നമ്മുടെ എൻഡ് യൂസേഴ്സിന് കൊടുക്കും. എൻഡ് യൂസേഴ്സ് ഇൻഡസ്ട്രിയൽ യൂസേഴ്സ് ആവാം, കൊമേഴ്ഷ്യൽ യൂസേഴ്സ് ആവാം, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ആവാം, അതും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള ഫ്യൂവൽ ആവാം. അപ്പൊ അത് എന്തും ആയിക്കോട്ടെ, നമ്മൾ ആദ്യം ആ പ്ലാന്റിൽ പ്രോസസ് ചെയ്ത് പിന്നെ ആ ട്രാൻസ്മിഷൻ ലൈനിലൂടെ നമ്മൾ എൻഡ് യൂസേഴ്സിന് കൊടുക്കും. അപ്പൊ ഇതാണ് ഒരു ഫ്ലോ പാത്ത്, ഗ്യാസ് പൈപ്പ് ലൈനിന്റെ ഫ്ലോ പാത്ത്. ഓക്കെ, അപ്പൊ നമ്മുടെ തേർഡ് മോഡ്യൂള് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അവസാനത്തെ പോർഷനായ ടെലിഫോൺ ആൻഡ് TV കണക്ടിവിറ്റി, പിന്നെ അതുപോലെ റിക്വയർമെന്റ് ഓഫ് ഡൊമസ്റ്റിക് ഗ്യാസ് പൈപ്പ് ലൈൻസ് അതൊക്കെ നോക്കി. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ 4th മോഡ്യൂള് തുടങ്ങാം. താങ്ക് യു.